എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 15 തീയതി വരെ നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, അതുപോലെ ഏതൊക്കെ ദിവസങ്ങളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ജൂൺ 15 തീയതിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 16 തീയതിയാണ്. അതുപോലെ തന്നെ തിരുത്തലുകൾക്ക് അവസരം ജൂൺ 17 തീയതി വരെ, അത് 16 മുതൽ 17 തീയതി വരെയാണ്. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 18 തീയതിയും. അതുപോലെ തന്നെ കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ട തീയതി ജൂൺ 19 മുതൽ 20, 21, 23 തീയതികളായിട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 25 തീയതിയാണ്. കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ജൂൺ 26, 27, 28, 30 തീയതികളാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ജൂലൈ 1 തീയതിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ജൂൺ 17 തീയതി വരെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആദ്യ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സർവകലാശാല ഫീസ് പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ട് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞ പ്രകാരമുള്ള തീയതിയിൽ കോളേജിൽ ഹാജരായി താൽക്കാലിക അല്ലെങ്കിൽ സ്ഥിര അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം രണ്ടാം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല. കോളേജ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനിൽ അവകാശപ്പെട്ടിരിക്കുന്ന എല്ലാ ക്ലെയിമുകളും തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ പരാമർശിക്കാത്ത ക്ലെയിമുകൾ തെളിയിക്കുന്നതിലേക്കായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ പോലും ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡ് ഉള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ഗ്ലോബൽ അക്കാദമിക് എന്ന് പറഞ്ഞുള്ള വിഭാഗമായിട്ട്, അതായത് CGA@kerala-university.ac.in വിഭാഗമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ് എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 500 രൂപ, മറ്റുള്ളവർക്ക് 900 രൂപയാണ് ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീസ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടക്കണം. അപ്പോൾ അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1390, മറ്റുള്ളവരാണെങ്കിൽ 2800. അതുപോലെ തന്നെ NIOS, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ബോർഡിലെ വിദ്യാർത്ഥികളാണെങ്കിൽ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 865 രൂപയാണ്. അതുപോലെ മറ്റുള്ളവരാണെങ്കിൽ 2275 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യം പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 16 തീയതി വരെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 18 തീയതിയാണ്. അപ്പോൾ ജൂൺ 18 തീയതി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അലോട്ട്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ പിന്നീടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി എടുക്കാം, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. എങ്ങനെയാണ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ആദ്യം അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഫീസ് അടക്കണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയാൽ മാത്രമേ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ അലോട്ട്മെൻറ്റ് മെമ്മോ അടച്ച ശേഷം നിങ്ങൾക്ക് കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോവുക. അതായത് ഡോക്യുമെൻറ്റ്സും എടുക്കുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത് എത്ര രൂപയാണ് ഫീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് അഡ്മിഷൻ സമയത്ത് എത്ര രൂപയാണ് അടക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ് കൊടുക്കേണ്ടതില്ല. ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഡോക്യുമെൻറ്റ്സ് മാത്രം അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും കൂടി എടുത്തുകൊണ്ടാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് പിന്നീട് ചിലപ്പോൾ മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും. അതേസമയം വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ മറ്റൊരു ഓപ്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആദ്യത്തെ സീറ്റ് നഷ്ടപ്പെടുന്നു, പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്കൊരു ജൂൺ 15 വരെയാണ് നൽകാൻ സാധിക്കുക. ജൂൺ 16 ട്രയൽ അലോട്ട്മെൻറ്റ് വരിക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.